നമസ്കാരം. ഞാൻ പി ആർ നാഥൻ. ഇപ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതുവരെ വാട്സപ്പിൽ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇല്ലിക്കട്ട് നമ്പൂതിരിയുടെ സന്ദേശമാല എന്ന പ്രോഗ്രാം. ഇല്ലിക്കട്ട് നമ്പൂതിരി ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്. മലബാർ ഭാഗത്ത് ഏറ്റവും അധികം വേദികളിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ആണ്. ഈ സംസാരിക്കുന്ന ഞാനും അദ്ദേഹമായിട്ട് ഒരു ബന്ധം 40 വർഷകാലത്തെ പരിചയബന്ധമുണ്ട്. കോഴിക്കോട് മാങ്കാവിൽ എൻ്റെ വീട്ടിലെടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പല ജീവിത പരിവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇന്നത്തെ സ്ഥാനത്തെത്തിയത്. ആദ്യം അദ്ദേഹം വേറെ പലർക്കും ജോലിക്ക് പല കാര്യങ്ങളൊക്കെ ആയി പോയി. ഒടുവിൽ ആധ്യാത്മിക രംഗത്ത് വരികയും വന്ന ശേഷം അതിൻ്റെ ഉന്നതമായുള്ള സ്ഥാനത്തെത്തുകയും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും കാണുകയും എല്ലാ ആശ്രമങ്ങളുമായിട്ട് പരിചയപ്പെടുകയും അവിടുത്തെയൊക്കെ അംഗത്തെ പോലെ ആണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു മൂകാംബിക ഭക്തൻ ആണ്. എൻ്റെ തന്നെ ഒരു സീരിയല് അങ്ങാടിപ്പാട്ട് 600 എപ്പിസോഡിലൊരു സീരിയൽ, അതിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വന്ന് പ്രശസ്തനായത്. അതിൽ 1100 എപ്പിസോഡിൽ അദ്ദേഹം ഇല്ല. തുടർന്ന് 500 എപ്പിസോഡിൽ ഉണ്ടെങ്കിൽ പോലും ആദ്യാവസാനമുള്ള പോലെ ആ സീരിയലിനെ കുറിച്ച് പറയുമ്പോൾ ഇല്ലിക്കട്ടിൻ്റെ കാര്യമാണ് പല ആസ്വാദകരും ചൂണ്ടിക്കാണിക്കാൻ പതിവ്. അങ്ങനെ യൂട്യൂബിൽ ഞാൻ പതിവായിട്ട് സംസാരിക്കുന്നു. 1000 എപ്പിസോഡ് തികയാൻ പോകുന്ന ധന്യമേ ജീവിതം, അതിൻ്റെ ക്യാമറാമാൻ ഇല്ലിക്കട്ട് നമ്പൂതിരിയാണ്. ആ ധന്യമേ ജീവിതം അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചോളും ധാരാളം പേര് പറഞ്ഞു താങ്കളൊരു പരിപാടി അവതരിപ്പിക്കണം. സന്ദേശമാല എന്ന് പേരിട്ടു. അതൊരു മാല തന്നെയാണ്, മുഴുവൻ സന്ദേശമായി. ഇല്ലിക്കട്ടിൽ നിന്നായതുകൊണ്ട് നല്ല സന്ദേശങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. ഇപ്പോൾ വാട്സപ്പ് വഴി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സന്ദേശമാണ്. ഇനി വരാനിരിക്കുന്ന കാലത്ത് 2025 കടന്നപ്പോൾ ഇതേ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് നിർബന്ധം നൽകണം, ഇത് യൂട്യൂബിലേക്ക് കൂടി മാറ്റണം. അതുകൊണ്ട് സമീപകാലത്ത് സന്ദേശമാല യൂട്യൂബിലും കിട്ടുന്നത് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എന്നെ ആഗ്രഹിച്ചിട്ടുള്ളത് വളരെ ലളിതമാണ്. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകളല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും മുതൽക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്യും എന്നുള്ളത് തീർച്ചയായും. ദൈവാധീനം ധാരാളമുള്ള വ്യക്തിയാണ് ഇല്ലിക്കട്ട് നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പ്രഭാഷണങ്ങൾ കേൾക്കാനായി കാത്തിരിക്കാമെന്ന് പറഞ്ഞ വാക്കുകൾ